ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുധാസ് വേൾഡ്. ഇന്നൊരു സ്പെഷ്യൽ മുട്ട ഓംലെറ്റ്. ഇത് കാസർഗോഡുകാരുണ്ടാക്കണതാണെന്നാണ് ഞാൻ കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു വലിയ ഉള്ളി നന്നായി ചോപ്പ് ചെയ്യുക, മീഡിയം സൈസ്, ഒരു പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച്, പിന്നെ കുറച്ച് മുളക് പൊടി. അത് എരിവുള്ളതോ എരിവില്ലാത്തതോ അവരവരെ എരിവിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചൂട് ചോറ്. എന്തിനാ അറിയോ ഈ ചൂട് ചോറ് ഇടുന്നത്? കുറച്ച് ഒരുപാട് തിളയ്ക്കുന്ന ചോറല്ല കേട്ടോ, കുറച്ച് ചൂട്. എന്നാൽ അത് നന്നായി ഒന്ന് മാഷ് ചെയ്ത് കിട്ടാൻ. അപ്പോൾ ആ ചോറിനെയും കൂടി ഇട്ടിട്ട് ആ ഉള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നന്നായി കുറച്ച് നേരം മാഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 മുട്ട അവരവർക്ക് വേണ്ടതനുസരിച്ച്, ഞാനിപ്പോൾ 1/4 കപ്പ് ചോറിട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ 2 മുട്ട, എന്നിട്ട് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് ആ മാഷ് ചെയ്ത ചോറില്ലേ അത് അതിലേക്ക് ചേരണം. അതുകൊണ്ട് ആദ്യം തന്നെ നല്ലോണം ഒന്ന് മാഷ് ചെയ്യണം. ചൂടുണ്ടെങ്കിൽ വേഗം നമുക്ക് കുഴച്ചാൽ കിട്ടും. എന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെയല്ല, അത് ചെയ്യുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അങ്ങനെ അത് ഒഴിക്കുക നടുവിലേക്ക്. ഇങ്ങനെ ഒരു കർവായിട്ടുള്ള ചീനച്ചട്ടിയാണെങ്കിൽ നമുക്കത് കുണ്ടിലായിട്ട് കിട്ടും. അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ഇടുന്ന കൂടെ തന്നെ ഉള്ളിയും മുളകും അരച്ചതിട്ട് അതിന് ഭയങ്കരമായ ടേസ്റ്റായിരുന്നു. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നന്നായി വേവിക്കുക. അത് കഴിഞ്ഞിട്ട് അത് മറിച്ചിടുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം മറിച്ചിട്ടാൽ നല്ല തിക്കായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം നമുക്ക് കേട്ടോ, രാത്രിയൊക്കെ ആണെങ്കിലും. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിസ്സമാരി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഇതാണ് കേട്ടോ. എന്നിട്ട് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ചൂടുള്ളോട് കൂടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മുകളിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കൊരു ഊണ് കഴിക്കുമ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് വെച്ച് കൊടുക്കാം. ഒരു പ്ലേറ്റിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ വേണ്ടവർക്ക് വേണ്ട മാതിരി എടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞ മാതിരി ഇതിപ്പോൾ വലിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് അതിൽ വലിയൊരു എരിവൊന്നും കാണാനില്ല. പക്ഷേ നമ്മളതിൽ ഉള്ളിയും മുളകും നല്ല കളറുള്ളതൊക്കെ അരച്ച് ചേർത്താൽ നല്ലൊരു കളറുമാണ്, ടേസ്റ്റും. അപ്പോൾ ഇതിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് നല്ലൊരു എന്താ പറയുക, എഗ് പീസ മാതിരി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോ കഷ്ണമായിട്ട് കഴിക്കാം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കൊടുക്കാൻ, ഇങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴോ രാത്രി ഡിന്നറിനൊക്കെ ആകുമ്പോഴും വലുതായിട്ടൊന്നും ഇത് ഹെവിയൊന്നും അല്ല. എന്താ കാരണം വെച്ചാൽ ഇത് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല ഒരു റെസിപ്പിയാണ്. കാസർഗോഡുകാരുടെ ആണെങ്കിലും നമ്മളിത് ചെയ്യാറുണ്ട്, പക്ഷേ ഇത്തിരി വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ചൂടുള്ളതാണ് കഴിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് കാണും വരെ ബൈ ഫ്രം സുധാ മേനോൻ.